നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ബിഗിനേഴ്സ് ബോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണർ 9 ലൈറ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻസിൽ നോക്കാം. ഹോണർ 9 ലൈറ്റ് വരുന്നത് 659 കാരൻ പ്രൊസസ്സറോടെയാണ്. 3GB 4GB വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 5.6 ഇഞ്ച് സ്ക്രീനാണ് നമുക്ക് ഹോണർ 9 ലൈറ്റിൽ ലഭിക്കുന്നത്. 32GB 64GB ആണ് ഇൻറ്റർണൽ സ്റ്റോറേജ്. ഡുവൽ സിം ഹൈബ്രിഡ് മൈക്രോ SD കാർഡ് സപ്പോർട്ടാണ്. ബാക്ക് ക്യാമറ വന്നിട്ട് 13 മെഗാപിക്സലും 2 മെഗാപിക്സൽ ഡുവൽ ക്യാമറ വിത്ത് 2.0 അപ്പറേച്ചർ. ഫ്രണ്ട് ക്യാമറ അതേപോലെ തന്നെ 13 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ f2.0 ആണ് അപ്പറേച്ചർ. ബാറ്ററി വന്നിട്ട് 3000 മില്ലിയം ആംപയർ ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാൻസറും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബോക്സിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഹോണർ 9 ലൈറ്റ് കാണാം. ബാക്കിൽ നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് കാണാം. അതേപോലെ തന്നെ പവർഡ് ബൈ ഹുവാവൈ. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, യെസ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോണർ 9 ലൈറ്റ് ഹാൻഡ്സെറ്റ് ആണ്. പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് ഹാൻഡ്സെറ്റ് കാണാൻ സാധിക്കും. ഞാൻ ബാക്കത്തെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യായിരുന്നു. നമുക്ക് ഹാൻഡ്സെറ്റ് ഒരു സൈഡിലേക്ക് വെക്കാം. അടുത്ത കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ലഭിക്കും. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇംഗ്ലീഷിലും അറബിയിലും അതേപോലെ തന്നെ ചൈനീസ് ലാംഗ്വേജിലും ഉണ്ട്. കുറച്ച് തിക്കാണ്, വായിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഒന്നും വായിക്കുന്നില്ല. ആൻഡ് പിന്നെ നോക്കുമ്പോൾ നമുക്കൊരു കേസ് ലഭിക്കുന്നുണ്ട്. കേസ് സംവാട്ട് ഗുഡാണ്, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ഡെലിക്കേറ്റ് ആണ്. ഞാൻ മൊബൈലുമായിട്ടൊന്ന് വെച്ച് കാണിച്ചു തരാം. പ്ലാസ്റ്റിക് യെസ്, മൊബൈലും കേസും നല്ല ഗുഡ് ലുക്കാണ് ഹോണർ 9 ലൈറ്റിന് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് പിന്നെ ബോക്സ് കോണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാർജറാണ്. ചാർജർ ഫാസ്റ്റ് ചാർജർ അല്ല, നോർമൽ ചാർജർ തന്നെയാണ്. 5.0 വോൾട്ട് ടു 1 വോൾട്ട് ആണ് ഇതിൻ്റെ ചാർജർ. അപ്പം ഹോണർ ഒരു ഫാസ്റ്റ് ചാർജർ അല്ല 9 ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കൊരു ഡാറ്റ കേബിൾ കാട്ടും. അതൊരു ടൈപ്പ് A ടു മൈക്രോ USB ആണ്, ടൈപ്പ് C അല്ല, മൈക്രോ USB കേബിളാണ്. പിന്നെ ലാസ്റ്റ് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇയർഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ഹോണറിൻ്റെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ബോക്സ് കണ്ടൻസ് മാറ്റി വയ്ക്കാൻ നമുക്ക് മൊബൈലിലോട്ട് പോവാം. ഫസ്റ്റായിട്ട് നമ്മൾ ബൂട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഹോണർ പവർഡ് ബൈ ആൻഡ്രോയിഡ് ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ഒരു അടിപൊളി മൊബൈൽ തന്നെയാണ് ഹോണർ, കാണാൻ സാധിക്കും. ബൂട്ടായി തുടങ്ങിയിട്ടുണ്ട് ഹോണർ. ഓക്കെ, ഞാൻ പോസ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കാം നോട്ടിഫിക്കേഷൻസിലെ കുറച്ച് ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസിൽ അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ നിന്ന് നോക്കാം. സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ EMUI യൂസർ ഇൻ്റർഫേസ് വന്നിരിക്കുന്നത് 8.0 തന്നെയാണ്. അതുപോലെ ആൻഡ്രോയിഡ് 8.0 ആണ് ഇതിൽ അവൈലബിൾ വേർഷൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം എബൌട്ട് ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂസർ ഇൻ്റർഫേസ് EMUI 8.0 അതൊരു നല്ല ഫീച്ചറാണ് ഹോണർ 9 ലൈറ്റിൻ്റെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അടുത്ത കാര്യം ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ യെസ്, എവിടെ? അതാ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻ്റ് ഐഡിയും സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മിസ്മാച്ച് ഒരു മിനിറ്റ്. 1 2 3 4 ആൻഡ് ഓക്കെ, കണ്ടിന്യൂ. ഫേസ് ലോക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഹോണർ 9 ലൈറ്റിൻ്റെ ഫേസ് ലോക്ക് നോക്കാം. ആൻഡ് ഫാസ്റ്റ് ആണ്, സൂപ്പർ ഫാസ്റ്റ് ഫേസ് ഐഡി ആണ്. കാണാൻ സാധിക്കും വിത്തിൻ എ സെക്കൻഡ്. ഡിലേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ഫേസ് റിക്കവറി. യെസ്, വർക്കിംഗ് ഗുഡ്. ഇനി അടുത്ത് നമുക്ക് ഫിംഗർ പ്രിന്റ് നോക്കാം. ഫിംഗർ പ്രിന്റും യെസ്, ഫിംഗർ പ്രിന്റ് വർക്ക്സ് ടു ഗുഡ്. അടിപൊളിയായിട്ടാണ് ഫിംഗർ പ്രിന്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ
ബാർ നമുക്ക് താഴെ കൊണ്ടുവരാൻ സാധിക്കും. അതും ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഇമേജസോ വീഡിയോസോ മറ്റു കാര്യങ്ങളാണെങ്കിലും നെക്സ്റ്റ് വെറുതെ നമ്മളെ സ്ക്രീനിലേക്ക് നെക്സ്റ്റ് അടിക്കുന്നതിന് കണ്ടുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇമേജും ടോഗിൾ ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് മിനിറ്റ്. യെസ്, ഇമേജ് പോകുന്നത് കണ്ടില്ലേ? ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിച്ച് നമുക്ക് ആ ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസോ നെക്സ്റ്റ് വീഡിയോ എടുക്കാനും ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് നല്ല ഉപയോഗമാണ്. അതുമാത്രമല്ല ഈ ഫിംഗർ പ്രിൻറ്റ് സ്ക്രീൻ നല്ല സ്മൂത്താണ്, അതുപോലെ അടിപൊളിയായി വർക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഇതും ഒരു ഹോണറിൻ്റെ അടിപൊളി ഫീച്ചറാണ്. പിന്നെ അടുത്തത് നമ്മൾ പോകുമ്പോൾ ലോക്ക് സ്ക്രീനാണ്. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് പിക്ചേഴ്സാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ? ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ലോക്ക് സ്ക്രീനിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഓവറോൾ ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് ഹോണർ നമുക്ക് ഈ മൊബൈലിലൂടെ തരുന്നത്. ഞാൻ ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അടുത്തത് ഐ കംഫർട്ടാണ്. ഐ കംഫർട്ട് എന്ന് വെച്ചാൽ നമുക്ക് റീഡിങ് മോഡിൽ ഇട്ട ശേഷം എന്ത് വേണമെങ്കിലും നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണിന് ഒരു കേടുപാടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് കാണുന്നുണ്ടാവും, നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ അറേ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കാണുന്നുണ്ടാവും. നെക്സ്റ്റ് ഫീച്ചർ എന്താ വെച്ചാൽ അതൊരു അടിപൊളിയാണ്. 3 ഫിംഗർ സ്നാപ്പ്. കണ്ടില്ലേ? സ്ക്രീൻഷോട്ട് ആയിരിക്കുകയാണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. 3 ഫിംഗർ സ്നാപ്പ്. ഓക്കെ, അടിപൊളി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനിയും അടിപൊളി ഫീച്ചേഴ്സ് ഇതിലുണ്ടാകും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോ ഉണ്ടാവും. ഗുഡ് ബൈ ഗായ്സ്. എനിക്ക് ഈ മൊബൈൽ അൺബോക്സ് ചെയ്യാൻ തന്ന സിതാനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇനിയും ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ബൈ.